വെൽക്കം ടു കെൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പോളിനോമിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന 8ാമത്തെ വീഡിയോ ക്ലാസ്സാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1K റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് P, Q, R are all real numbers, then P minus Q all cube plus Q minus R all cube plus R minus Q all cube is equal to dash എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 P minus Q into Q minus R into R minus P. ഓപ്ഷൻ 2 3 into P minus Q, Q minus R, R minus P. ഓപ്ഷൻ 3 0, ഓപ്ഷൻ 4 1 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. 3 സ്റ്റെപ്പിൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോളിനോമിയലിൽ ഈ ജാതി ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഉപയോഗിക്കേണ്ട ട്രിക്ക് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ട്രിക്ക് ജസ്റ്റ് ഇവിടെ ഒരു വട്ടം കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ട്രിക്ക് ഇങ്ങനെയാണ്. ഇഫ് A പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു 0 ആണെന്നാണ് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ then A ക്യൂബ് പ്ലസ് B ക്യൂബ് പ്ലസ് C ക്യൂബ് ഈസ് ഈക്വൽ ടു 3ABC ആയിരിക്കും എന്നുള്ളതാണ് എന്ത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, ഈ പ്രോബ്ലം അല്ല ഇതേപോലെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക്. അപ്പോൾ എന്താണ്? ഇഫ് A പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു 0, then A ക്യൂബ് പ്ലസ് B ക്യൂബ് പ്ലസ് C ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3ABC ആയിരിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ P മൈനസ് Q എന്ന് പറയുന്നത് A ആയിട്ടും Q മൈനസ് R എന്ന് പറയുന്നത് B ആയിട്ടും R മൈനസ് Q എന്ന് പറയുന്നത് C ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. P മൈനസ് Q എന്ന് പറയുന്നത് A ആയിട്ട് കണക്കാക്കുക, Q മൈനസ് R എന്ന് പറയുന്നത് B ആയിട്ട് കണക്കാക്കുക, R മൈനസ് Q എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? C ആണെന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇമാജിൻ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? P മൈനസ് Q പ്ലസ് Q മൈനസ് R പ്ലസ് R മൈനസ് P ഈസ് ഈക്വൽ ടു 0. ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 0 ആയിരിക്കും. എപ്പോഴാണ് 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ ഇനി ഈ കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? P മൈനസ് Q ഹോൾ ക്യൂബ് അല്ലേ, P മൈനസ് Q ഹോൾ ക്യൂബ് പ്ലസ് Q മൈനസ് R ഹോൾ ക്യൂബ് പ്ലസ് R മൈനസ് P ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? നമുക്ക് ഇതേപോലെ എന്തായിട്ട് മാറും? ദാറ്റ്സ് ഈക്വൽ ടു 3ABC ആയിട്ട് മാറും എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ എഴുതാം? 3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് P മൈനസ് Q ഞാനിവിടെ കൊടുക്കുകയാണ്, ബിയുടെ സ്ഥാനത്ത് Q മൈനസ് R കൊടുക്കുകയാണ്, സിയുടെ സ്ഥാനത്ത് R മൈനസ് P ഞാനിവിടെ യൂസ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ 2 ആണ്. 3 ഇൻറ്റു P മൈനസ് Q ഇൻറ്റു Q മൈനസ് R ഇൻറ്റു R മൈനസ് P എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. ഓപ്ഷനിൽ വേറെ 0 വരില്ല, 1 വരില്ല നമുക്കറിയാം. ഈ കണ്ടീഷനും വരില്ല. ഈ കണ്ടീഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ള ഈ അസംഷൻ എന്ന് പറയുന്നതും ഇവിടെ എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് 100% ഓർത്ത് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് വളരെ ട്രിക്കി മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടില്ലേ? ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.